Hello, my dear students. Good afternoon. How are you all? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കണോ അല്ലേ? എല്ലാവരും സേഫ് അല്ലേ? മഴയൊക്കെ എങ്ങനെയുണ്ട്? എല്ലാവരും പഠിത്തമൊക്കെ നന്നായി പോകുന്നു എന്ന് വിചാരിക്കണോ? അധികം ആരും പുറത്തേക്കൊന്നും പോകുന്നില്ലല്ലോ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ തന്നെയാണ് നമ്മളെ സൂക്ഷിക്കേണ്ടത്. അല്ലാതെ ഒരു ലോക്ക്ഡൗൺ വന്ന് നമ്മൾ വീട്ടിലേക്ക് നമ്മൾ അടച്ചിടുകയല്ല ചെയ്യേണ്ടത്. സോ നമ്മൾ സേഫായിരിക്കുക, സോഷ്യൽ ഡിസ്റ്റൻസ് പാലിക്കുക, നമ്മളെ ഇമ്മ്യൂൺ സിസ്റ്റം വർദ്ധിപ്പിക്കുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. പ്രത്യേകിച്ചും കുട്ടികളായിട്ടുള്ള സ്റ്റുഡൻസ് ആയിട്ടുള്ള നിങ്ങളുടെ ജനറേഷനിലെ കുട്ടികൾ ഈ ഒരു കാര്യം വളരെയധികം അവെയറായിട്ട് നമ്മൾ മറ്റുള്ളവരെയും കൂടെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം കൂടിയുണ്ട്. നിങ്ങൾ അടുത്ത തലമുറയാണ് അല്ലേ? അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ പഠിത്തമൊക്കെ നന്നായി പോകുന്നു എന്ന് വിചാരിക്കണോ? ഞങ്ങൾ അങ്ങനെയുള്ള വിശ്വാസത്തിലാണ്. നമ്മൾ ഈ ഒരു ഓൺലൈൻ പഠനത്തിലൂടെ ഇപ്പോൾ വന്നിട്ട് ഒരു മാസം ആവുകയാണ്. ഇന്നത്തോടുകൂടി ഒരു മാസം കഴിയുകയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പം നമ്മൾ യൂസ്ഡായി അല്ലേ? നിങ്ങളായാലും ഞങ്ങളായാലും അത് യൂസ്ഡായി. അത് നല്ല രീതിയിൽ തന്നെ നിങ്ങൾ വിനിയോഗിക്കുക എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് ഞങ്ങൾക്കുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കോളേജിലൊക്കെ വരുന്ന സമയത്ത് ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾ ക്ലാസ് കയറാതെ വരാറുണ്ട്. ഇനി അഥവാ കയറിയാൽ തന്നെയും അത്രമാത്രം ശ്രദ്ധിക്കാതെയൊക്കെ വരാറുണ്ട്. പക്ഷേ ഇപ്പം ഈ ഒരു ഓൺലൈനിൽ നമ്മൾ ക്ലാസ്സുകൾ ഓരോ കുട്ടികൾക്ക് അവരുടെ അടുത്താണ് എത്തുന്നത് ക്ലാസ്സുകൾ. അപ്പോൾ അത് ഏറ്റവും നന്നായിട്ട് തന്നെ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതുകൊണ്ട് ഗുണമുണ്ടാവും. ഇപ്പം വീട്ടിലാണെങ്കിൽ തന്നെയും നമ്മൾ എത്ര സമയം നമ്മൾ മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ എത്ര സമയം നമ്മൾ ടി വി കണ്ടുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ എത്ര സമയം നമ്മൾ വീട്ടിൽ ബാക്കിയുള്ള കാര്യങ്ങളായിട്ട് എൻഗേജ്ഡ് ആവും. നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ടൈം യൂട്ടിലൈസ് ചെയ്യാമല്ലോ അല്ലേ? എല്ലാവരുടെയും കാര്യങ്ങൾ ഇതേപോലെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയങ്ങളും കുറച്ച് നമ്മളുടെ പഠനത്തിന് വേണ്ടി നിങ്ങൾ യൂസ് ചെയ്ത് നോക്കൂ. സോ യു ഹാവ് ടു മേക്ക് സം ചേഞ്ചസ് ഇൻ യുവർ ലൈഫ്. സോ സ്റ്റഡീസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദാറ്റ്. അപ്പോൾ ആ ഒരു ഇതിൽ നിങ്ങൾ നന്നായി തന്നെ പഠിക്കണം എന്നുള്ള ഒരു പ്രത്യാശയാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും തന്നെ അത് ഉൾക്കൊള്ളും എന്നുള്ള വിശ്വാസമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ബിസിനസ് ലോയിൽ ഇന്ന് നമ്മൾ 10ാമത്തെ സെഷനിലാണ് വന്നിരിക്കുന്നത്. ഇതുവരെ നമ്മൾ 9 സെഷൻസ് കഴിഞ്ഞു. കഴിഞ്ഞ സെഷനിൽ നമ്മൾ കപ്പാസിറ്റി ടു കോൺട്രാക്റ്റ്, അതിൽ മേജർക്ക് മാത്രമേ ഒരു കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യാൻ ലീഗലി പറ്റുള്ളൂ. 18 വയസ്സ് തികഞ്ഞിരിക്കണം എന്ന് പറഞ്ഞു അല്ലേ? ലീഗലായിട്ടുള്ള ഗാർഡിയൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സപ്പോർട്ടുള്ള ആൾക്ക് 21 വയസ്സും. അപ്പോൾ 18 വയസ്സിന് താഴെയുള്ളവർ മൈനേഴ്സാണ്. അവർക്കൊരു കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ മൈനേഴ്സ് എൻട്രി ചെയ്യുകയാണെങ്കിൽ തന്നെയും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള നിയമങ്ങൾ എന്തൊക്കെയാണ് അതിനെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ 9ാമത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്തിരുന്നത്. അതിൽ നമ്മൾ ഒരു 4 നിയമവശങ്ങൾ, 4 ലോസ് റിലേറ്റഡ് ടു മൈനർ എഗ്രിമെൻറ്റ് നമ്മൾ പറഞ്ഞിരുന്നു. അതായത് ഒരു മൈനർ എഗ്രിമെൻറ്റിൽ എൻട്രി ചെയ്താൽ എങ്ങനെയാണ്, ഒരു മൈനർ ഒരു കോൺട്രാക്റ്റിൻ്റെ ബെനിഫിറ്റ് റിസീവ് ചെയ്താൽ എങ്ങനെയാണ്, ഒരു മൈനർ എങ്ങനെ അയാളുടെ ഒരു കോൺട്രാക്റ്റിലെ ആക്ടിനെ റെക്ടിഫൈ ചെയ്യുക, പിന്നെ ഒരു പ്രോപ്പർട്ടി ഫ്രോഡുലൻ്റ് ആയിട്ടൊരു മൈനർ കൈവശം വെച്ചാൽ അത് റെസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞ സെഷനിൽ. ഇന്ന് നമ്മൾ ഇതേ മൈനർ ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള അതേ ബാക്കിയുള്ള ലോസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 5ാമത്തെ ഒരു ലോയാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അപ്പോൾ 5ാമത്തെ ലോ പറയുന്നത് ഇതാണ്: ദ പ്രിൻസിപ്പിൾ ഓഫ് എസ്റ്റോപ്പിൾ നോട്ട് അപ്ലിക്കബിൾ ടു മൈനേഴ്സ്. നമ്മൾ ജനറൽ ആയിട്ടുള്ള ലോയിൽ പറയുന്ന ഒരു നിയമമാണ് പ്രിൻസിപ്പിൾ ഓഫ് എസ്റ്റോപ്പിൾ. എന്താണ് ഈ പ്രിൻസിപ്പിൾ ഓഫ് എസ്റ്റോപ്പിൾ? അതായത് പ്രിൻസിപ്പിൾ ഓഫ് എസ്റ്റോപ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല. ഇപ്പം ഞാൻ ഒരു കാര്യം, ഒരു സത്യമുണ്ട്, ആ സത്യത്തിനെ മറിച്ചിട്ട് അതിന് വിപരീതമായി ഒരു നുണ പറഞ്ഞ് ഒരാളെ വിശ്വസിപ്പിക്കുകയാണ്. അപ്പം ഞാൻ ആ നുണ പറഞ്ഞ് വിശ്വസിപ്പിച്ച് അയാളത് സമ്മതിക്കുകയും ചെയ്തു, അത് അയാൾ വിശ്വസിച്ചു. പക്ഷെ പിന്നീട് അതുകൊണ്ട് പ്രശ്നമുണ്ടായി. അപ്പോൾ അയാൾ കോർട്ടിൽ പോയി. അപ്പോൾ ഞാനും അവിടെ സ്വാഭാവികമായിട്ട് പോകേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് കോർട്ട് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നുണ പറഞ്ഞത് മറ്റാൾ വിശ്വസിച്ചുകൊണ്ടാണ് ഒരു പ്രശ്നം ഉണ്ടായത്. അപ്പോൾ സത്യാവസ്ഥ എന്താണെന്നുള്ളത് വെളിപ്പെടുത്താൻ എനിക്കൊരു അവസരം തരും. ഓക്കെ, അത് കോർട്ട് തടസ്സമാവില്ലേ? അപ്പം അതിനെയാണ് പ്രിൻസിപ്പിൾ ഓഫ് എസ്റ്റോപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ സത്യാവസ്ഥ, അപ്പോൾ എന്താണ് സത്യം എന്നുള്ളതും എന്തുകൊണ്ട് ഞാൻ നുണ പറഞ്ഞു എന്നുള്ളതും ഞാൻ വ്യക്തമാക്കണം കോർട്ടിൽ. അതിനെയാണ് പ്രിൻസിപ്പിൾ ഓഫ് എസ്റ്റോപ്പിൾ എന്ന് പറയുന്നത്.
ഇപ്പോൾ ഇതേ നോക്കൂ, വേറെ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഒരാളെ കൊന്നു, ഒരു മർഡർ നടന്നു. ഓക്കെ, ഒരാൾ മരിച്ചു. അപ്പം സ്വാഭാവികമായിട്ടും ഈ കൊന്ന ആളെ പിടിച്ചു പോകുമല്ലോ. അയാൾക്ക് ശിക്ഷ ഉണ്ടാവും അല്ലേ. അപ്പോൾ അയാൾ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടായാലും കോർട്ടിന് മുമ്പ് ഹാജരാക്കും അല്ലേ. അപ്പോൾ ഈ കോർട്ടിന് മുമ്പ് ഹാജരാക്കി വിശദീകരണങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് അയാൾക്ക് ശിക്ഷ നടപ്പിലാക്കുക. അപ്പോൾ ഈ കോർട്ടിന് മുമ്പിൽ ഹാജരാക്കുമ്പോൾ ഇയാൾ കൊന്നു മറ്റാൾ മരിക്കുകയും ചെയ്തു. അപ്പോൾ ഇയാൾക്ക് ശിക്ഷ കൊടുക്കേണ്ടതാണ്. പക്ഷെ അതിനു മുമ്പ് അക്കോർഡിംഗ് ടു പ്രിൻസിപ്പിൾ ഓഫ് എസ്റ്റോപ്പിൾ അയാളുടെ ഭാഗത്തു നിന്നും ഇതിന് മുമ്പ് എന്താണ് നടന്നത്, എന്ത് സാഹചര്യത്തിലാണ് അയാളെ കൊന്നത് എന്നുള്ളത് വിശദീകരിക്കാനുള്ള അവസരം എനിക്ക് തരും. അത് നിഷേധിക്കില്ല. എത്ര വലിയ കുറ്റം ചെയ്ത ആളായാലും അയാളുടെ ഭാഗത്തുനിന്ന് അയാൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ചോദിക്കാനുള്ള ഒരു അവസരം അത് നിഷേധിക്കില്ല. അതിനെയാണ് പ്രിൻസിപ്പിൾ ഓഫ് എസ്റ്റോപ്പൽ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ നമ്മളുടെ മൈനറുടെ കേസിൽ ഇത്തരത്തിലുള്ള പ്രിൻസിപ്പിൾ ഓഫ് എസ്റ്റോപ്പൽ ബാധകമല്ല എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് നമ്മുടെ ഇംഗ്ലീഷ് ലോയും അതുപോലെ തന്നെ ഇന്ത്യൻ ലോയും, രണ്ട് ലോയും ഒരുപോലെ തന്നെ ഈ പ്രിൻസിപ്പിൾ ഓഫ് എസ്റ്റോപ്പൽ മൈനറിന് അപ്ലിക്കബിൾ അല്ല എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഹീസ് എ മൈനർ. അയാൾ മൈനർ ആയതുകൊണ്ട്. ഓക്കെ, ദാറ്റ് മീൻസ് അയാളുടെ വാക്കിന് വ്യവസ്ഥ ആയിട്ടില്ല, മൈനറാണ്. അപ്പം അയാൾ നുണയും പറയാം, സത്യവും പറയാം. ഓക്കെ, അപ്പോൾ ആ ഒരു പക്വത എത്തിയിട്ടില്ലാത്തത് കൊണ്ടാണ് ഈ ഒരു പ്രിൻസിപ്പിൾ ഓഫ് എസ്റ്റോപ്പൽ ആൾക്ക് പറ്റില്ല എന്നുള്ള നിയമം പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു മൈനറാണ് ഒരു നുണ പറഞ്ഞിട്ട് അത് മറ്റേ ആൾ വിശ്വസിച്ചു. ആ വിശ്വാസത്തിൻ്റെ ഫലമായിട്ട് മറ്റാൾക്ക് പ്രശ്നം ഉണ്ടായി എന്നുണ്ടെങ്കിൽ കോർട്ടിന് മുമ്പാകെ വരുമ്പോൾ ഈ നുണ പറഞ്ഞ ആൾ മൈനറാണെങ്കിൽ ആ മൈനറെ വിളിച്ചിട്ട് വിശദീകരണം ചോദിക്കില്ല മൈനറിനെ. കാരണം ഈ പ്രിൻസിപ്പിൾ ഓഫ് എസ്റ്റോപ്പൽ മൈനർക്ക് ബാധകമല്ല. നിയമം അത് പറയുന്നുണ്ട്. വൈ? ബിക്കോസ് ഹീസ് എ മൈനർ. ഓക്കെ, അപ്പോൾ ഒരു മൈനർ സപ്പോസ് ഒരു മിസ്റെപ്രസൻറ്റേഷൻ, അയാളൊരു മേജറാണെന്ന് കബളിപ്പിച്ചു മറ്റാളെ, എന്നിട്ടൊരു കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്തു എന്ന് വിചാരിക്കാം. എന്നിട്ട് അത് കഴിഞ്ഞ ശേഷം പിന്നീട് അയാൾക്ക് ഞാൻ മൈനറാണെന്ന് പറയാനുള്ളൊരവസരം നിയമം കൊടുക്കുന്നില്ല. ബിക്കോസ് ഈസ് എ മൈനർ അല്ലേ. അപ്പം അയാൾക്ക് ആ ഒരു ഡിഫൻസിൽ തന്നെ നിൽക്കാം. അതായത് ഇപ്പം അയാൾ കബളിപ്പിച്ചു മറ്റാൾ, അപ്പോൾ അത് അയാൾക്ക് തെളിയിക്കേണ്ട കാര്യം വരുന്നില്ല. അത് എന്ത് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്താലും അത് അയാൾ ഫോൾസ് ആയിട്ടാണ് എൻ്റർ ചെയ്തതെന്നുള്ളത് പിന്നീട് അയാൾക്ക് അറിയിക്കേണ്ട കാര്യം അയാളുടെ ഭാഗത്തുനിന്ന് വരുന്നില്ല. മറ്റുള്ളവർ മനസ്സിലാക്കി അയാൾ മേജറല്ല മൈനറാണെന്ന് മനസ്സിലാക്കി. പക്ഷേ അത് ആ മൈനർക്ക് അത് പോയിട്ട് തെളിയിക്കേണ്ട അല്ലെങ്കിൽ അത് ഇത് ചെയ്യേണ്ട കാര്യം അവിടെ വരുന്നില്ല. അപ്പോൾ അതാണ് ദ പ്രിൻസിപ്പിൾ ഓഫ് എസ്റ്റോപ്പൽ ഇസ് നോട്ട് അപ്ലിക്കബിൾ ടു മൈനേഴ്സ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഇനി ഒരു എക്സാമ്പിൾ പറയുന്നത്, ഒരു മൈനർ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഫ്രോഡുലൻ്റ്ലി റെപ്രസെൻറ്റഡ് ആസ് എ മേജർ, ഒരു മേജറായിട്ട് റെപ്രസെൻ്റ് ചെയ്തിട്ട് ഒരാളിൽ നിന്നും 5,000 rupees ബോറോ ചെയ്തു. ഈ പലിശക്കാരൻ്റെ അടുത്ത് നിന്ന് 5,000 രൂപ വാങ്ങിച്ചു. അയാൾ മേജറാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അയാളെ ഗെറ്റപ്പും സെറ്റപ്പും അയാളെ പെരുമാറ്റവും ഇതൊക്കെ കണ്ടപ്പോൾ അയാൾ മേജറാണെന്ന് തോന്നിയിട്ട് ഈ പലിശക്കാരൻ എന്ത് ചെയ്തു? 5,000 രൂപ പൈസയും കൊടുത്തു. അതിന് കുറേ കഴിഞ്ഞപ്പം ഈ പറയുന്ന ആൾ, ഈ മൈനർ പൈസ തന്നില്ല. അപ്പം ഈ പലിശക്കാരന്, ഈ ക്രെഡിറ്റർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കോർട്ടിൽ പോയിട്ട് കേസ് കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, കേസ് കൊടുത്തു കഴിഞ്ഞാൽ മറ്റാൾ മൈനറാണെന്ന് ഈ പലിശക്കാരന് മനസ്സിലായി. പക്ഷേ ആ മൈനർ വന്നിട്ട് പറയുന്നില്ല ഞാൻ നിങ്ങളെ കബളിപ്പിച്ചാന്നും ഞാൻ മൈനറായിരുന്നു എന്നൊന്നും പറയുന്നില്ല. അത് കോർട്ടും ചോദിക്കുന്നില്ല. പക്ഷേ ബോധ്യം അയാൾ മൈനറാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ പെട്ടുപോകും. അപ്പോൾ അതുകൊണ്ട് ഒരു മൈനറായിട്ടുള്ള കോൺട്രാക്റ്റ് ഏർപ്പെടുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കണം, വളരെയധികം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പം അങ്ങനത്തെ സിറ്റുവേഷനിൽ പിന്നെ എന്താണ് പോംവഴി എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കാനുള്ളത്. അപ്പോൾ ഇപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് എസ്റ്റോപ്പൽ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇത്രയേ ഉള്ളൂ. അതായത് ഒരു മൈനർ എന്തെങ്കിലും ഒരു ഫാൾസ് റെപ്രസെൻറ്റേഷൻ നടത്തി അത് മറ്റാൾ ബിലീവ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നിയമത്തിൻ്റെ മുമ്പിൽ വരുമ്പോൾ അയാൾ എന്തുകൊണ്ട് ആ ഫാൾസ് റെപ്രസെൻറ്റേഷൻ നടത്തി എന്നുള്ളതും എന്താണ് ട്രൂ ഫാക്റ്റ് എന്നുള്ളത് വിശദീകരിക്കാനായിട്ട് നിയമം അയാൾക്ക് ഒരു അവസരം കൊടുക്കുന്നില്ല. ആ പ്രിൻസിപ്പിൾ ഓഫ് എസ്റ്റോപ്പലാണ് ആ അവസരം കൊടുക്കുന്നത്. പക്ഷേ ആ പ്രിൻസിപ്പിൾ ഓഫ് എസ്റ്റോപ്പൽ മൈനർക്ക് ബാധകമല്ല. ബിക്കോസ് ഹീസ് എ മൈനർ. ഓക്കെ, അപ്പം അതാണ് ഇവിടെ. ഇപ്പോൾ ഈ 5,000 രൂപ വാങ്ങിച്ചിട്ട് അയാൾ തിരിച്ചു കൊടുക്കാതായപ്പം ഈ പലിശക്കാരന് കേസ് കൊടുക്കാൻ പറ്റില്ല. കാരണം ഇയാൾ മൈനറാണ്.
ഓക്കെ, അപ്പം മൈനറുടെ അടുത്തുനിന്ന് വിശദീകരണം ചോദിക്കാനും കോർട്ടിന് ഇതില്ല, കാരണം പ്രിൻസിപ്പിൾ ഓഫ് എസ്റ്റോപ്പിൾ അവർക്ക് ആപ്ലിക്കബിൾ അല്ല. മനസ്സിലായോ? അപ്പോൾ എന്താണ് ഓപ്ഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഓക്കെ, പ്രിൻസിപ്പിൾ ഓഫ് എസ്റ്റോപ്പിൾ എന്താണെന്ന് പറഞ്ഞു. അത് നമ്മളുടെ മൈനേഴ്സിന് ബാധകമല്ല, ബിക്കോസ് ദേ ആർ മൈനേഴ്സ്. അപ്പോൾ ഇവിടെ ഒരു മറ്റേ പലിശക്കാരൻ്റെ കയ്യിൽ, ഒരു ക്രെഡിറ്ററുടെ കയ്യിൽ നിന്നും ഒരു മൈനർ മേജറാണെന്ന് ഫ്രോഡ് കളിച്ച് 5,000 റുപ്പീസ് വാങ്ങിച്ചു. പക്ഷെ പിന്നീട് അത് കൊടുത്തില്ല. ആ ക്രെഡിറ്റർ കോർട്ടിൽ കേസ് കൊടുത്തു. പക്ഷെ അത് നടക്കില്ല, കാരണം ഇയാൾ മൈനറാണല്ലോ. But the court will order an equitable consideration for the restitution if the minor is still in possession of the money. അപ്പം വിശദീകരണം ചോദിക്കാൻ കോർട്ട് മുന്നോട്ട് വരില്ല, കാരണം ആൾ മൈനറാണ്. പക്ഷേ കോർട്ട് പറയുന്നൊരു കാര്യമുണ്ട്, ആ മൈനർ എടുത്ത് ആ പൈസ തിരിച്ചു കൊടുക്കാൻ പറയും. ഓർ ദ തിങ്സ് പർച്ചേസ്ഡ് ഔട്ട് ഓഫ് ഇറ്റ്. ഇപ്പോൾ ആ പൈസ അല്ലെങ്കിൽ ആ പൈസ കൊണ്ട് ഇപ്പോൾ അയാൾ എന്തെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കുക. ഇഫ് ദ മണി ഓർ ദ തിങ്സ് കനോട്ട് ബി ട്രേസ്ഡ് ഔട്ട്. ഇപ്പം ആ മൈനറുടെ കയ്യിൽ നിന്നും ആ തന്ന പൈസ, കൊടുത്ത പൈസ ട്രേസ് ഔട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ the minor shall have no liability at all. He cannot be compelled to pay money. അപ്പോൾ അയാളുടെ കയ്യിൽ അതില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് കമ്പൽ ചെയ്യാനായിട്ട് പറ്റില്ല, ബിക്കോസ് ഹി ഈസ് മൈനർ. അപ്പോൾ അതാ പറയുന്നത്. അപ്പം നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും നമ്മൾ മൈനേഴ്സ് മേജേഴ്സ് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ വരുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം കാര്യങ്ങൾ ചെയ്യാൻ. കാരണം നിയമം അവരെ പിന്തുണയ്ക്കുന്നില്ല, കാരണം നിയമത്തിന് അവരെ ശിക്ഷിക്കാനുള്ള ഇതില്ല, വകുപ്പില്ല, കാരണം അവർ മൈനേഴ്സ് ആണല്ലോ. അതുകൊണ്ട് അപ്പം കോർട്ട് പറയുന്നത് അവരെന്താണോ ഇപ്പം ഇങ്ങനെ ഒരു ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റിയിലൂടെ അവർ എന്താണോ നേടിയിട്ടുള്ളത് അത് തിരിച്ചു കൊടുക്കാൻ പറയും. ഓക്കെ, ഇനിയിപ്പോൾ അത് അയാളുടെ കൈവശം ഇല്ല, അയാൾക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അയാളുടെ അഗെയിൻസ്റ്റ് ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ഹി ഈസ് മൈനർ. അതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു ലോ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എ മൈനർ ഈസ് ലയബിൾ ഫോർ നെസസറീസ് സപ്ലൈഡ്. അതായത് ജീവിക്കാൻ വേണ്ടി അത്യാവശ്യമുള്ള സാധനങ്ങൾ സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് അതിന് ഇയാൾ എന്തെങ്കിലും തിരിച്ചു കൊടുക്കാതെ വന്നാൽ അത് നമുക്ക് കോർട്ട് സമ്മതിക്കുന്നില്ല, കാരണം അയാളുടെ ബേസിക് നെസസിറ്റിയാണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോർട്ട് മൈനറിന് എഗെയിൻസ്റ്റ് ആവില്ല എന്നാണ് പറയുന്നത്. If every contract of a minor is void, the minor might find himself in difficulties, because in such a case no one might lend him money. ഇപ്പം എല്ലാ കോൺട്രാക്റ്റിലും മൈനറെ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ആ കോൺട്രാക്റ്റൊക്കെ വോയിഡാന്ന് പറയുമ്പോൾ പിന്നെ മൈനർക്ക് എന്താ രക്ഷയുള്ളത്, അല്ലേ? ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും, ആരും അയാൾക്ക് പൈസയും കൊടുക്കില്ല. So the law has held that contracts by minors are valid when and will bind them if they are for their necessaries. ഇപ്പം എന്തെങ്കിലും അവരുടെ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങൾക്കായിട്ടാണ് അവരൊരു കോൺട്രാക്റ്റ് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കോൺട്രാക്റ്റിനെ, നെസസിറ്റിക്ക് വേണ്ടിയിട്ടുള്ള കോൺട്രാക്റ്റിനെ വാലിഡായിട്ട് കൺസിഡർ ചെയ്യാണ്. അപ്പം necessaries like food and clothing may be taken as simple example for necessaries. നമ്മളുടെ ജീവിതത്തിന് വേണ്ടി, ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള അത്യാവശ്യങ്ങൾ, അല്ലേ? ഫുഡ്, ഷെൽട്ടർ, ക്ലോത്ത്, ഇതൊക്കെയാണ് നമുക്ക് ജീവിക്കാൻ വേണ്ടി അത്യാവശ്യമായിട്ടുള്ളത്. അപ്പം അങ്ങനെ ജീവിക്കാൻ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഒരു കോൺട്രാക്റ്റിൽ മൈനർ ഏർപ്പെട്ടാൽ അതിന് വാലിഡായിട്ട് കൺസിഡർ ചെയ്യുന്നു. Thus law allows even minors to enter into contracts or necessaries alone. അതായത് അത്യാവശ്യങ്ങൾ, ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള അത്യാവശ്യങ്ങൾക്കായിട്ടുള്ളത് അതിനെ സംബന്ധിച്ച് ഒരു മൈനർ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാം എന്നാണ് നിയമം പറയുന്നത്. ബാക്കി ബിസിനസ് പരമായിട്ടുള്ള ഒന്നിലും മൈനർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഏർപ്പെടാൻ പറ്റില്ല. പക്ഷേ അയാളുടെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാം എന്നാണ് പറയുന്നത്. ഓക്കെ, നോക്കൂ, ഒരു എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്. ഒരു നല്ല എക്സാമ്പിളാണിത്. എന്താണ്? A minor purchases some textbooks from a shopkeeper on credit and execute a promissory note for their value. ഒരു മൈനർ, 18 വയസ്സ് തികയാത്തൊരു കുട്ടി ഒരു ഷോപ്പ് കീപ്പറുടെ അടുത്ത് പോയിട്ട് അയാൾക്ക് അത്യാവശ്യമായിട്ടുള്ള, പഠിക്കാനായിട്ട് അത്യാവശ്യമുള്ള നോട്ട് ബുക്സ് വാങ്ങിച്ചു. ഓക്കെ, ടെക്സ്റ്റ് ബുക്സ് വാങ്ങിച്ചു. എന്നിട്ട്
അതിനുള്ള പൈസയ്ക്ക് വേണ്ടിയിട്ട് അയാൾ എന്ത് ചെയ്തു, ഒരു പ്രോമിസറി നോട്ട് എഴുതി കൊടുത്തു. ഞാൻ ആ പൈസ പിന്നെ തന്നുകൊള്ളാം എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ഇൻ ദിസ് കേസ് ദ ട്രേഡർ കനോട്ട് ഫയൽ എ കേസ് ഓൺ ദ ഫൂട്ട് ഓഫ് ദ പ്രോമിസറി നോട്ട് ആൻഡ് സക്സീഡ് ഇൻ എ കോർട്ട് ഓഫ് ലോ ബിക്കോസ് ദ പ്രോമിസ് ഓഫ് ദ മൈനർ കണ്ടെയ്ൻഡ് ഇൻ ദ പ്രോമിസറി നോട്ട് ഈസ് വോയിഡ്. അപ്പോൾ ഇവിടെ ഒരു പ്രോമിസറി നോട്ട് ഇങ്ങനെ തന്നു എന്ന് പറഞ്ഞിട്ട് അയാൾ പൈസ തരാതെ പ്രോമിസറി നോട്ടാണ് തന്നതെന്ന് പറഞ്ഞിട്ട് ഈ ഷോപ്പ് കീപ്പർക്ക് ഒരിക്കലും കേസ് കൊടുക്കാനായിട്ട് പറ്റില്ല എന്നാണ് പറയുന്നത്. കാരണം അത് വാലിഡായിട്ട് കൺസിഡർ ചെയ്യാണ് ഇവിടെ. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ വാലിഡായിട്ട് കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് കോർട്ട് അതിനെ എന്ത് ചെയ്യുന്നില്ല, ആ പ്രോമിസറി നോട്ടിനെ നിസാരമായിട്ട് കാണുന്നില്ല. Because the promise of the minor contained in the promissory note is void. On the other hand, the trader can file his claim on the basis of consideration furnished by him or on basis of the benefits received by the minor. And in such case, the court will direct the minor to pay the money. അതാണ് സംഭവം. അപ്പോൾ നോക്കൂ, വേറെ എന്ത് കോൺട്രാക്റ്റിലും മൈനർ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അയാൾക്ക് ആ കോൺട്രാക്റ്റ് വാലിഡ് ആവില്ല, വോയിഡ് ആവും, ഇൻവാലിബിൾ ആവും. പക്ഷേ അയാളുടെ അത്യാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കോൺട്രാക്ട്സ് വാലിഡ് ആയിട്ടുള്ള കോൺട്രാക്റ്റാണ്. ഒരു മൈനറായിട്ടുള്ളൊരു കുട്ടി, 18 വയസ്സ് തികയാത്ത കുട്ടി, പഠിക്കുന്നൊരു വിദ്യാർത്ഥിയാണെന്ന് വിചാരിക്കുക. അയാൾ ഒരു ഷോപ്പ് കീപ്പറുടെ അടുത്ത് നിന്ന് ടെക്സ്റ്റ് ബുക്സ് വാങ്ങിച്ചു. എന്നിട്ട് ആ പൈസ അയാൾക്ക് അപ്പോൾ കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഒരു പ്രോമിസറി നോട്ട് എഴുതി കൊടുത്തു. ഓക്കെ, അപ്പം ഈ പ്രോമിസറി നോട്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞു മൈനറായിട്ടുള്ള കോൺട്രാക്റ്റ് വോയിഡാണ്. അപ്പോൾ ആ വോയിഡായിട്ട് അത് കൺസിഡർ ചെയ്യില്ല നിയമം. ഓക്കെ, അതിനെ വാലിഡായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ബിക്കോസ് ഇവിടെ ആ പ്രോമിസറി നോട്ട് കൊണ്ട് ആ ഷോപ്പ് കീപ്പറും ആ പറയുന്ന മൈനറും ഒരു കോൺട്രാക്റ്റ് ഫോം ചെയ്തേക്കാണ്. ആ കോൺട്രാക്റ്റ് വാലിഡാണ് കോർട്ടിൻ്റെ മുമ്പിൽ, ലോയുടെ മുമ്പിൽ ആ കോൺട്രാക്റ്റ് വാലിഡാണ്. ബിക്കോസ് ഈ കോൺട്രാക്റ്റ് ഫോം ചെയ്തിരിക്കുന്നത് നമ്മളുടെ മൈനറുടെ നെസസിറ്റി, ബേസിക് ആയിട്ടുള്ള നെസസിറ്റി അല്ലേ, പഠിക്കുന്നൊരു വിദ്യാർത്ഥിയുടെ ബേസിക് ആയിട്ടുള്ളൊരു ആവശ്യമാണ് ടെക്സ്റ്റ് ബുക്സ് വേണം എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത് ഫോം ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനെ വാലിഡായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ സപ്പോസ് ഈ പറയുന്ന മൈനർ അത് പേ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിയമത്തിന് മുമ്പിൽ ഷോപ്പ് കീപ്പറിന് ഈ പ്രോമിസറി നോട്ട് കൊണ്ടുപോയാൽ നിയമം എന്തു പറയും, മൈനറോട് ഡയറക്റ്റ് ചെയ്യും ആ പൈസ പേ ചെയ്യാനായിട്ട്. ഓക്കെ, സോ അതാണ് ഈ മൈനർ ഈസ് ലയബിൾ ഫോർ നെസസറീസ് സപ്ലൈഡ്. എന്തെങ്കിലും നെസസറീസ് അത്യാവശ്യങ്ങൾക്കുള്ള സപ്ലൈ ചെയ്യുന്ന ഇതിൽ ബേസ് ചെയ്ത് കോൺട്രാക്റ്റ് ഫോം ചെയ്യാം, അതിന് അയാൾ ലയബിളാണ്. അത് പൈസ അടയ്ക്കാനുള്ള ലയബിലിറ്റി അയാൾക്കുണ്ട്. കാരണം ആ ബേസിക് നീഡിന് സപ്പോർട്ടാണ് അവിടെ വരുന്നത്. അപ്പോൾ അതാണ് ഈ 6ാമത്തെ നിയമം പറയുന്നത്, മൈനർ ഈസ് ലയബിൾ ഫോർ നെസസറീസ് സപ്ലൈഡ്. ഇതും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണു അല്ലേ? ആ പ്രിൻസിപ്പിൾ ഓഫ് എസ്റ്റോപ്പിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, കൺഫ്യൂഷൻ ഇല്ലല്ലോ. പ്രിൻസിപ്പിൾ ഓഫ് എസ്റ്റോപ്പിൽ എന്ന് വെച്ചാൽ ഒരു തെറ്റായ ധാരണ ഉണ്ടാക്കിയിട്ടുള്ള മൈനറിന് സത്യാവസ്ഥ എന്താണെന്നുള്ളത് തെളിയിക്കാനുള്ളൊരു അവസരം. അത് മേജറായിട്ടുള്ള ഒരാൾക്ക് നിയമം അതിനുള്ള അവസരം കൊടുക്കുന്നുണ്ട്, പക്ഷെ മൈനർക്ക് ഒരു അവസരം കൊടുക്കുന്നില്ല. കാരണം കോർട്ടിന് മൈനറുടെ മുമ്പിൽ ഒന്നും നിയമപരമായിട്ടുള്ള നീക്കങ്ങൾ എടുക്കാൻ പാടില്ല, ബിക്കോസ് ഈസ് എ മൈനർ. അപ്പോൾ അതുകൊണ്ട് ആ പ്രിൻസിപ്പിൾ ഓഫ് എസ്റ്റോപ്പിൾ മൈനർക്ക് അപ്ലിക്കബിൾ അല്ല, അതാണ് പറഞ്ഞത്. ഓക്കെ, ഇനി നമ്മളുടെ ജീവിതത്തിന് ബേസിക്കായിട്ട് വേണ്ട കാര്യങ്ങൾക്കായിട്ട് ഒരു കോൺട്രാക്റ്റിൽ ഒരു മൈനർ വന്നാൽ അത്തരത്തിലുള്ള കോൺട്രാക്റ്റ് മാത്രമേ നിയമം വാലിഡായിട്ട് കൺസിഡർ ചെയ്യുന്നുള്ളൂ, അത് വോയിഡായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അപ്പം അതിൽ നമ്മുടെ മൈനർക്ക് ബാധ്യതയുണ്ട്, ആ ബാധ്യത അയാൾ എന്തായാലും തീർക്കണം. അതാണ് ഇവിടെ നിയമം പറയുന്ന ഒരു വശം. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായല്ലോ, മൈനർ ഇസ് ലയബിൾ ഫോർ നെസസറി സപ്ലൈഡ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത നിയമം എന്താണ് പറയുന്നത്? ഇനിയെല്ലാം ചെറിയ ചെറിയ കാര്യങ്ങളാണ്, പെട്ടെന്ന് തന്നെ തീർക്കാൻ പറ്റും. അപ്പോൾ അടുത്ത സ്ലൈഡിലേക്ക് നമുക്ക് നീങ്ങാം കേട്ടോ. ഓക്കെ, അപ്പോൾ നോക്കൂ, അതിൻ്റെ കണ്ടിന്യൂഷനാണ് പറയുന്നത്. ബിക്കോസ് ദ ടെക്സ്റ്റ് ബുക്സ് ആർ നെസസറീസ് ടു എ മൈനർ, ഇറ്റ് ഈസ് സിഗ്നിഫിക്കൻറ്റ് ടു നോട്ട് ദാറ്റ് ദ കോർട്ട് വിൽ പാസ് എൻ ഓർഡർ ഓൺലി എഗെയിൻസ്റ്റ് ദ പ്രോപ്പർട്ടി ഓഫ് ദ മൈനർ ആൻഡ് നോട്ട് എഗെയിൻസ്റ്റ് ദ മൈനർ പേഴ്സണലി. ഇൻ അതർ വേർഡ്സ്, അപ്പം മൈനറിന് നേരിട്ടല്ല കോർട്ട് എന്ത് ചെയ്യുന്നത്, എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്. കാരണം വ്യക്തിപരമായിട്ട് മൈനറിൻ്റെ എഗെയിൻസ്റ്റ് അല്ല, അയാളുടെ പ്രോപ്പർട്ടി എഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കും കോർട്ട് നീങ്ങുക.
ഓക്കെ, കാരണം മൈനറിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ട് കോർട്ടിന് ഒന്നും ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ഈസ് എ മൈനർ. Only against the property of the minor and not against the minor personally. In other words, it is only the minor's property which is liable and not the minor himself personally. അപ്പോൾ ഇങ്ങനെ ഒരു ബാധ്യത വരുമ്പോൾ മൈനറുടെ പ്രോപ്പർട്ടിക്കാണ് അത് തിരിച്ചു കൊടുക്കാനുള്ള ബാധ്യത വരുന്നത്, അല്ലാതെ മൈനർക്ക് വ്യക്തിപരമായിട്ടില്ല. If the minor fails to pay the amount due to the trader, the latter can bring the property of the minor under sale. ഇപ്പം ഇൻ കേസ് മൈനർ കോർട്ട് പറഞ്ഞിട്ടും പേ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അയാളുടെ പ്രോപ്പർട്ടി എന്താണോ അതിനെ എന്ത് ചെയ്യാം, ഇതിന് വേണ്ടിയിട്ട് ക്രയവിക്രയം ചെയ്യാം എന്നാണ് പറയുന്നത്. ദോ കോർട്ട് ആൻഡ് ദ സെയിൽ പ്രൊസീഡ്സ് ടു ദാറ്റ് പ്രോപ്പർട്ടി വിൽ ബി അപ്രോപ്രിയേറ്റഡ് ടുവേർഡ്സ് ഹിസ് ഡെപ്റ്റ്. എ മൈനർ ഇസ് ലയബിൾ ഫോർ ഓൾ ദ നെസസറീസ് നോട്ട് ഓൺലി സപ്ലൈഡ് ടു ഹിം ബട്ട് ഓൾസോ ടു എനി ഓഫ് ദ ഡിപ്പെൻഡൻസ് ലൈക്ക് ഹിസ് പാരൻസ്. അപ്പോൾ ഒരു കാര്യം കൂടി അത് ശ്രദ്ധിക്കണം. അപ്പം a minor is liable for all the necessaries not only supplied to him but also to any of the dependents like his parents. എന്താ അത് പറയുന്നത്? അയാൾക്ക് മൈനർ ഈ പറഞ്ഞ പോലെ മൈനറുടെ ജീവിത മാർഗങ്ങൾക്ക് വേണ്ടി സപ്ലൈ ചെയ്തതിന് വേണ്ടി മാത്രമല്ല, അയാളുടെ ഡിപ്പെൻഡൻസ് ബട്ട് ആൾസോ ടു എനി ഓഫ് ദ ഡിപ്പെൻഡൻസ് ലൈക്ക് ഹിസ് പാരൻസ്. ഇപ്പോൾ സപ്പോസ് ഈ മൈനറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അയാളുടെ പാരൻസ് കഴിയണമെന്ന് വിചാരിക്കുക. പാരൻസ് തീരെ വയ്യാതെ വീട്ടിലിരിക്കുന്ന വ്യക്തികളാണെന്ന് വിചാരിക്കുക. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന മൈനർ ഒരു കോൺട്രാക്റ്റ് നെസസറീസ് വേണ്ടിയിട്ട് ഫോം ചെയ്താലും ഇത് തന്നെയാണ് ഫലം. ഓക്കെ, സോ ആ നെസസറീസ് എന്ന് പറയുന്നത് മൈനറുടെ നെസസറീസ് ആയാലും ഇനി മൈനറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പാരൻസിൻ്റെ നെസസറീസ് ആയാലും ഈ മൈനറുടെ പ്രോപ്പർട്ടിക്കാണ് ഈ പറയുന്ന ലയബിലിറ്റി വരിക, അല്ലാതെ മൈനർക്ക് വ്യക്തിപരമായിട്ടുള്ള ലയബിലിറ്റി ഇല്ല. ഓക്കെ, സോ അതാണ് വരുന്നത്. അപ്പോൾ ഈ നെസസറീസ് എന്ന് പറയുന്ന കാര്യം മനസ്സിലായല്ലോ. നമ്മളുടെ ജീവിതത്തിന് അടിസ്ഥാനപരമായിട്ട് വേണ്ട കാര്യങ്ങൾ, ഫുഡ്, ക്ലോത്ത്, അതുപോലെയുള്ള കാര്യങ്ങൾ അല്ലേ. ഇപ്പം പഠിക്കുന്ന വിദ്യാർത്ഥികളാകുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ നെസസറിയാണ് ബുക്സും ടെക്സ്റ്റ് ബുക്സൊക്കെ. അപ്പം ഇപ്പം ഒരു മൈനർ പോയിട്ട് അയാൾ പക്ഷേ ഫ്രോഡൊന്നും കളിച്ചിട്ടില്ല കേട്ടോ. ഒരു ഷോപ്പിൽ അയാളുടെ വീട്ടിൽ അച്ഛനമ്മയും വയ്യാതിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഭക്ഷണത്തിന് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അതിൻ്റെ പൈസ പിന്നെ തരാമെന്ന് പറഞ്ഞിട്ടുള്ള പ്രോമിസറി നോട്ട് കൊടുത്തു. പക്ഷേ അയാൾക്ക് പിന്നീട് അത് പേ ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ കോർട്ട് നോക്കുമ്പോൾ ഈ ഭക്ഷണ സാധനങ്ങളാണ് വാങ്ങിച്ചിരിക്കുന്നത്, അത് ജീവിതത്തിൻ്റെ ബേസിക് നെസസിറ്റിയാണ്. അപ്പോൾ അത് ഈ മൈനറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പാരൻസിന് വേണ്ടിയിട്ടാണ് അയാൾ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ മൈനർ സ്വാഭാവികമായിട്ടും അത് പേ ചെയ്യാൻ ലയബിളാണ്. അയാൾക്കത് വ്യക്തിപരമായിട്ട് പേ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അയാളുടെ പ്രോപ്പർട്ടി എന്താണോ അതിനാണ് ലയബിലിറ്റി വരിക. അപ്പോൾ ആ പ്രോപ്പർട്ടിയുടെ മേളിലായിരിക്കും കോർട്ട് ലയബിളാക്കുന്നത്. ഓക്കെ, സോ അതാണ് ഇവിടെ എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് മനസ്സിലായല്ലോ. അപ്പോൾ ആകെ കൂടി മൈനർക്ക് ഒരു വാലിഡ് ആയിട്ടുള്ള കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റുന്നത് ഓൺലി ഫോർ ഹിസ് നെസസറി തിങ്സ്, ബേസിക് നെസസിറ്റിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഒരു മൈനർക്ക് ഈ പറയുന്ന കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റുകയുള്ളൂ. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി നെക്സ്റ്റ് നമ്മളുടെ സർവീസ് റെൻഡഡ് ടു എ മൈനർ. ഒരു മൈനർക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? It is significant to note that certain service rendered to a minor have been held to be necessaries. For example, education, medical aid, and legal advice are necessaries to a minor. Thus, any contract which is not for the supply of necessaries but which is beneficial to the minor will also bind the minor to such an extent that minor's property is liable. അപ്പം ഇവിടെ എഗെയിൻ നമ്മുടെ ആ നെസസറി തന്നെയാണ് പറയുന്നത്. അതായത് മൈനർ ആദ്യത്തെ കേസിൽ 6ാമത്തെ ലോ പറഞ്ഞത് എന്താണ്? മൈനർ ആളുടെ ബേസിക് നെസസിറ്റിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ആസ്പദമാക്കി ഒരു കോൺട്രാക്റ്റ് ഫോം ചെയ്താൽ ആ കോൺട്രാക്റ്റ് വാലിഡ് ആണ്. അതുപോലെ തന്നെ മൈനർ അയാളുടെ ബേസിക് നെസസിറ്റിക്ക് ആവശ്യമായിട്ടുള്ള സർവീസുകൾ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്താലും അതും വാലിഡാണ്. അവിടെയും അയാളുടെ പ്രോപ്പർട്ടിക്കാണ് ലയബിലിറ്റി ഉണ്ടാവുക. മനസ്സിലായോ? ഇപ്പോൾ ഒരു മൈനർക്ക് ആവശ്യമായിട്ട് ബേസിക് ആയിട്ടുള്ള ആവശ്യമായിട്ട് വരുന്ന ചില നെസസിറ്റീസ് എന്താ? സർവീസുകൾ നെസസിറ്റി ആയിട്ട് വരുന്ന സർവീസ് ഏതൊക്കെയാണ്? ഒന്ന് വിദ്യാഭ്യാസം അല്ലേ, എഡ്യൂക്കേഷൻ സർവീസാണ് അല്ലേ,
പിന്നെ മെഡിക്കൽ എയ്ഡ് അല്ലേ, ഇപ്പോൾ ആൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് വന്നാൽ ചികിത്സാ സഹായം, അതും സർവീസാണ്. പിന്നെ ലീഗൽ അഡ്വൈസ്, എന്തെങ്കിലും ആൾക്ക് വല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ നിയമത്തിൻ്റെ ഒരു സപ്പോർട്ട്, അതും അയാൾക്ക് അത് സർവീസാണ്. അപ്പോൾ അങ്ങനെയുള്ള സർവീസസ് അയാളുടെ ബേസിക് നെസസിറ്റീസിന് വേണ്ടിയിട്ട് ഫോം ചെയ്യുകയാണെങ്കിൽ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കോൺട്രാക്റ്റിൽ എഗെയിൻ നമ്മളുടെ മൈനർ ഇടപെടുവാണെങ്കിൽ അത് വാലിഡായിട്ട് കൺസിഡർ ചെയ്യും. പിന്നീട് അതിൽ ലയബിലിറ്റി ഉണ്ടാവുന്നത് മൈനർക്ക് വ്യക്തിപരമായിട്ടില്ല, മറിച്ച് മൈനറുടെ പ്രോപ്പർട്ടിക്കാണ്. അപ്പോൾ നോക്കൂ, അപ്പോഴും കോർട്ട് അത്രയും ഇളവുകളാണ് മൈനർക്ക് കൊടുക്കുന്നത്, കണ്ടോ. അതായത് മൈനറിനെ നേരിട്ട് കോർട്ട് എന്ത് ചെയ്യുന്നില്ല, ലയബിൾ ആക്കുന്നില്ല, ബിക്കോസ് ഈസ് എ മൈനർ. ഒരു നിയമവും മൈനർക്ക് വ്യക്തിപരമായിട്ട് സ്ഥാപിക്കുന്നില്ല, ബിക്കോസ് ഈസ് എ മൈനർ. അല്ലാതെ അയാളുടെ പ്രോപ്പർട്ടി എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഈ ലയബിലിറ്റി, ഒരു ബാധ്യത ഉണ്ടാക്കി കൊടുക്കുന്നത്. നിയമം പറയുന്നത് അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ നെസസിറ്റിക്ക് വേണ്ടിയിട്ട് വസ്തുക്കളെ ബേസ് ചെയ്ത് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടാലും, അതുപോലെ എന്തെങ്കിലും സേവനങ്ങളെ ബേസ് ചെയ്തിട്ട്, അതായത് ബേസിക് നെസസിറ്റിക്ക് ആവശ്യമായിട്ടുള്ള സേവനങ്ങളെ ബേസ് ചെയ്തിട്ടുള്ളൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട് കഴിഞ്ഞാലും രണ്ടിലും മൈനർക്ക് വാലിഡായിട്ടുള്ള കോൺട്രാക്റ്റ് ഫോം ചെയ്യാം. പക്ഷേ വ്യക്തിപരമായിട്ടുള്ള ബാധ്യത രണ്ടിലും മൈനർക്ക് ഉണ്ടാവുന്നില്ല. അയാളുടെ പ്രോപ്പർട്ടിക്കാണ് ഈ പറയുന്ന, അയാൾ അതിലെന്തെങ്കിലും ബാധ്യത ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ബാധ്യത വിടുവിക്കേണ്ടത് അയാളുടെ പ്രോപ്പർട്ടിയാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ നെസസിറ്റി, ഇപ്പോൾ ഒരു വസ്തുവിനെ ആസ്പദമാക്കിയിട്ട് അയാളെ ഡിപ്പെൻഡ് ചെയ്ത് കഴിയുന്ന പാരൻസിന് വേണ്ടിയിട്ട് അയാൾ വാങ്ങിച്ചാലും ഇതേ കേസ് തന്നെയാണ്. ഓക്കെ, സോ അങ്ങനെ ഡയറക്റ്റ്ലി നമ്മളുടെ മൈനേഴ്സിനെ നിയമം വിധേയമാക്കുന്നില്ല, ബിക്കോസ് ഈസ് എ മൈനർ. അപ്പം അയാളോടനുബന്ധിച്ച് അയാൾക്കുള്ള പ്രോപ്പർട്ടീസിനെയാണ് അതിന് വേണ്ടിയിട്ട് ലയബിൾ ആക്കുന്നത്. ഓക്കെ, സോ അങ്ങനെയാണ് നമ്മളുടെ മൈനറിന് റിലേറ്റഡ് ആയിട്ടുള്ള നിയമവശങ്ങൾ നമ്മളുടെ മറ്റേ ഇംഗ്ലീഷ് ലോയും അതുപോലെ തന്നെ ഇന്ത്യൻ ലോയും കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇത് മനസ്സിലായല്ലോ അല്ലേ? അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സാണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്തിരുന്നത്. ഒന്ന് പ്രിൻസിപ്പിൾ ഓഫ് എസ്റ്റോപ്പിൾ, പിന്നെ നമ്മളുടെ നെസസറീസിന് വേണ്ടിയിട്ട്, ബേസിക് നെസസിറ്റീസിന് വേണ്ടിയിട്ട് മൈനറിന് എൻ്റർ ചെയ്യാൻ പറ്റുന്ന വാലിഡ് ആയിട്ടുള്ള കോൺട്രാക്റ്റ്, അതുപോലെ ബേസിക് നെസസിറ്റീസിന് റിലേറ്റഡ് ആയിട്ടുള്ള സർവീസിന് വേണ്ടിയിട്ട് എൻ്റർ ചെയ്യുന്ന കോൺട്രാക്റ്റ്, അതും വാലിഡാണ്. അപ്പം അതിലൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇപ്പോൾ 7 ലോസ് പറഞ്ഞു. ഇനി മൊത്തം 11. ഇനി നമുക്കൊരു 4 കൂടി ഉണ്ട്. പക്ഷെ ആ 4 വളരെ ചെറുതാണ്. അതെന്താണെന്നുള്ളത് നമുക്ക് എന്തായാലും നോക്കാം കേട്ടോ. ഓക്കെ, ഇനി അടുത്ത സ്ലൈഡിൽ എന്താ പറയണമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ മൈനർ ഒരു നെസസറീസിന് വേണ്ടിയിട്ട് കോൺട്രാക്റ്റ് ഫോം ചെയ്താൽ വാലിഡ് ആണെന്ന് പറഞ്ഞു. അതുപോലെ നെസസിറ്റി ബേസ് ചെയ്തുള്ള സർവീസിന് ആണെങ്കിലും ആ കോൺട്രാക്റ്റ് വാലിഡ് ആണ്. പക്ഷെ അയാൾ പേഴ്സണലി ഈ 2 കാര്യത്തിലും ലയബിൾ അല്ല, അയാളുടെ പ്രോപ്പർട്ടിക്കാണ് ലയബിലിറ്റി വരുന്നത് എന്നുള്ളതും പറഞ്ഞു. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് മൈനർ ഒരു പ്രോമിസി അല്ലെങ്കിൽ ബെനിഫിഷ്യറി എന്നുള്ള രീതിയിൽ നിലകൊള്ളാൻ പറ്റുമോ, നിയമം അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും കോൺട്രാക്റ്റ് ആക്റ്റിൽ ഒരു മൈനർക്ക് പ്രോമിസി അല്ലെങ്കിൽ ബെനിഫിഷ്യറി ആയിട്ട് നിലകൊള്ളാം എന്നാണ് പറയുന്നത്. നമുക്കറിയാം ഒരു കോൺട്രാക്റ്റിൽ പ്രോമിസർ ഉണ്ട്, പ്രോമിസി ഉണ്ട്. പ്രോമിസറാണ് ഹു മേക്സ് എ പ്രോമിസ് ആൻഡ് പ്രോമിസി ആണ് ഹു റിസീവ്സ് ദറ്റ് പ്രോമിസ് അല്ലേ. അപ്പോൾ അങ്ങനെ കോൺട്രാക്റ്റ് ആക്ട് മൈനറെ പ്രോമിസി ആയിട്ട് ബെനിഫിഷ്യറി ആയിട്ട് നിൽക്കാനുള്ള അവകാശങ്ങൾ കൊടുക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു മൈനർ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ കുറച്ച് പൈസ ഒരു ആൾക്ക് കൊടുത്തു, ഒരു ബോറോവർക്ക് കൊടുത്തു. അപ്പോൾ ബോറോവർ ഇൻ റിട്ടേൺ ഒരു പ്രോമിസറി നോട്ട് കൊടുത്തു. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ നമ്മളുടെ ബോറോവറാണ് പ്രോമിസർ, മൈനർ പ്രോമിസിയാണ്. കാരണം പ്രോമിസറി നോട്ടാണല്ലോ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അയാൾ പ്രോമിസ് ചെയ്യാണ് എനിക്ക് ഞാൻ പൈസ തരാം എന്ന് പറഞ്ഞിട്ട്. അപ്പം ഈ ഒരു കേസിൽ എ മൈനർ ലെൻഡ് മണി ടു അനദർ ആൻഡ് പ്രോമിസറി നോട്ട് ഈസ് എക്സിക്യൂട്ടഡ് ഇൻ ഫേവർ ഓഫ് ദ മൈനർ ബൈ ദ ബോറോവർ. In such case, the minor is the promisee. Minor ആണ് promisee. He can enforce the contract. ഇവിടെ ആൾക്ക് ആ കോൺട്രാക്റ്റ് എൻഫോഴ്സ് ചെയ്യാം. Thus, a minor can be promisee by which he can enforce his rights. അപ്പോൾ അയാൾക്ക് ആ പൈസ കിട്ടാനുള്ള അവകാശമുണ്ട്. ബട്ട് ഇൻ ദ കേസ് ഓഫ് പ്രോമിസർ, ഇവിടെ പ്രോമിസർ ആരാണ്? ബോറോവറാണ്.
he has to shoulder certain liabilities. അയാൾക്ക് അത് കൊടുക്കാനുള്ള ബാധ്യതയുണ്ട്. സോ he cannot be a promiser but he can be a promisee എന്നുള്ള രീതിയിലാണ് അയാൾ ശരിക്കും ആ ഒരു ലയബിലിറ്റി അയാൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വരികയാണ്. അതാണ് പ്രോമിസ് മൈനർ ആസ് എ പ്രോമിസി എന്നുള്ള രീതിയിൽ പറയുന്നത്. ഓക്കെ, അപ്പം മൈനർക്ക് വാലിഡായിട്ടുള്ള നെസസിറ്റീസ് റിലേറ്റഡ് ആയിട്ടുള്ള കോൺട്രാക്റ്റിൽ ഫോം ചെയ്യാം, മൈനർക്ക് പ്രോമിസി ആയിട്ട് ആക്ട് ചെയ്യാം. ഇനി മൈനർക്ക് ഏജൻ്റായിട്ട് ആക്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അതായത് മൈനർ ഏജൻ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു കോൺട്രാക്റ്റിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണ്, മിനിമം 2 പേർക്കാണ് ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ പറ്റുക അല്ലേ. അപ്പോൾ അതിലൊരു പ്രോമിസർ ഉണ്ട്, ഒരു പ്രോമിസി ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ 2 പേരുടെ ഇടയ്ക്ക് ഒരു മീഡിയേറ്റർ എന്നുള്ള നിലയ്ക്ക് ഒരു മീഡിയേറ്ററോ ഒരു ഏജൻറ്റോ ആവാം എന്നും നിയമം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമ്മളുടെ മൈനർക്ക് ഒരു ഏജൻ്റ് ആവാം എന്നാണ് പറയുന്നത്. അത് നമ്മളുടെ കോൺട്രാക്റ്റിലെ പ്രിൻസിപ്പൽ ആരാണോ അയാളുടെ ഏജൻ്റായിട്ടാണ് ആവുക. ഓക്കെ, അപ്പം പ്രോമിസിക്ക് ഉള്ള ഏജൻ്റ് അല്ല, പ്രിൻസിപ്പളുടെ ഏജൻ്റായിട്ടാണ് മാറുന്നത്. അപ്പം പ്രിൻസിപ്പൽ അയാളുടെ ഒരു ഏജൻ്റായിട്ട് ഒരു മൈനറെ അയാൾ മൈനറാണെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഏജൻ്റായിട്ട് വെക്കുക. അപ്പോൾ അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ പ്രിൻസിപ്പൽ ആയിട്ടുള്ള വ്യക്തിക്ക് ആ മൈനർ ഏജൻറ്റിൻ്റെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും അയാൾക്ക് ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. ആ മൈനർ ഏജൻറ്റ് ജസ്റ്റ് പേരിന് മാത്രം ഒരു ഏജൻറ്റ്, അത്രയേ ഉള്ളൂ, അല്ലാതെ വേറെ ഒരു കാര്യം ആൾക്കില്ല. ഓക്കെ, ഇനി ഇങ്ങനെ ആ പ്രിൻസിപ്പൽ ഒരു മൈനർ ഏജൻറ്റിനെ വെച്ച് കഴിഞ്ഞാൽ ആ മൈനർ ഏജൻറ്റ് എന്ത് നഷ്ടം ഈ ഒരു ഏജൻ്റ് എന്ന നിലയ്ക്ക് എന്ത് നഷ്ടം അവിടെ വരുത്തിയാലും അതിനെല്ലാം ഈ പ്രിൻസിപ്പളിനാണ് റെസ്പോൺസിബിലിറ്റി വരുന്നത്. അതുമാത്രമല്ല, ഈ മൈനർ ഏജൻറ്റ് എന്തെങ്കിലും നഷ്ടം വരുത്തിക്കഴിഞ്ഞാൽ അതിനുള്ളൊരു കോമ്പൻസേഷൻ പോലും പ്രിൻസിപ്പളിന് മൈനറുടെ അടുത്തുനിന്ന് ഈടാക്കാനും പറ്റില്ല. കാരണം നിയമം പറയുന്നത് ഒരിക്കലും മൈനർക്ക് വ്യക്തിപരമായിട്ടുള്ള ബാധ്യതകൾ ഇല്ല എന്നാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ്. അപ്പം ഈ ഒരു കേസിൽ ആ മൈനറുടെ പ്രോപ്പർട്ടിയുടെ അഗെയിൻസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാനും പറ്റില്ല. കാരണം ഈ പറയുന്ന ഏജൻ്റായിട്ട് അയാൾ നിൽക്കുന്നത് അയാളുടെ ബേസിക് നെസസിറ്റിക്ക് അല്ലല്ലോ, അതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ട്. ഓക്കെ, സോ മൈനർക്ക് നിയമപരമായിട്ട് ഒരു ഏജൻ്റായിട്ട് ആക്ട് ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ മൈനർക്കൊരു പ്രോമിസി ആയിട്ട് ആക്ട് ചെയ്യാമെന്ന് പറയുന്നു, മൈനർക്ക് ഏജൻ്റായിട്ടും ആക്ട് ചെയ്യാമെന്ന് പറയുന്നു. ഇനി മൈനർക്കൊരു ബിസിനസ് പാർട്ട്ണറായിട്ട് ആക്ട് ചെയ്യാൻ പറ്റുമോ? അതെങ്ങനെയാണെന്ന് നോക്കൂ. അപ്പം നിയമം അത് സപ്പോർട്ട് ചെയ്യുന്നില്ല. ഒരു ഒഫീഷ്യൽ പാർട്ട്ണറായിട്ട് ഒരിക്കലും ഒരു മൈനർക്ക് ഒരു ബിസിനസ്സിൽ എൻ്റർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ആ ബിസിനസ് പാർട്ട്ണറുടെ ബെനിഫിറ്റ്സ് അയാൾക്ക് കിട്ടാമെന്ന് പറയുന്നു. ദാറ്റ് മീൻസ് ഒരു ബിനാമീനെ പോലെ അയാൾക്ക് നിൽക്കാം. ഒഫീഷ്യലായിട്ട് അയാൾക്ക് ആ ഒരു ബിസിനസ്സിൻ്റെ മാനേജ്മെൻറ്റിൽ അംഗങ്ങളാവാൻ ഒരു മാനേജ്മെൻറ്റിൻ്റെ ഒരു പാർട്ടാവാനൊന്നും പറ്റില്ല. നിയമം അത് അനുവദിക്കുന്നില്ല. സോ ഒഫീഷ്യലി ഒരു മൈനർക്ക് ഒരു ബിസിനസ്സിൽ പാർട്ട്ണർ ആവാൻ പറ്റില്ല. മറിച്ച് അയാൾക്ക് ആ പാർട്ട്ണർഷിപ്പിൻ്റെ ബെനിഫിറ്റ്സ് അയാൾക്ക് കൊടുക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ അയാളൊരു ഡെഡ് പാർട്ട്ണറായിട്ട് ഒഫീഷ്യലായിട്ട് അയാൾക്കൊന്നും അയാൾ പാർട്ട്ണറായിട്ട് അങ്ങനെ ഒരു ബിനാമിയായിട്ട് ജസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രം നടത്താം, അയാളുടെ പേരിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം, അതിൻ്റെ ബെനിഫിറ്റ്സ് അയാൾക്ക് കൊടുക്കാം, അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ ഒരു കാര്യത്തിലും അയാൾക്ക് ഏർപ്പെടാനായിട്ട് പറ്റില്ല. അപ്പോൾ ആ രീതിയിലാണ് നിയമം പറയുന്നത്. എ മൈനർ കനോട്ട് ബി എ പാർട്ട്ണർ ബട്ട് ഹി മേ ബി അഡ്മിറ്റഡ് ടു ദ ബെനിഫിറ്റ്സ് ഓഫ് ദ പാർട്ട്ണർഷിപ്പ്. ഹി ഹാസ് നോ റൈറ്റ് ടു ടേക്ക് പാർട്ട് ഇൻ ദ മാനേജ്മെൻറ്റ് ഓഫ് ദ ഫേം ബട്ട് ഹിസ് ലയബിലിറ്റീസ് ആർ ലിമിറ്റഡ്. അയാളുടെ ലയബിലിറ്റി ബാധ്യത ലിമിറ്റഡ് ആണ് ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് ഹിസ് ഇൻട്രസ്റ്റ് ഇൻ ദ പാർട്ട്ണർഷിപ്പ്. അയാളുടെ ആ പാർട്ട്ണർഷിപ്പിലുള്ള താല്പര്യങ്ങൾ എങ്ങനെയാണ്, അയാൾക്ക് ഇൻഡയറക്റ്റായിട്ട് തന്നെ ബെനിഫിറ്റ്സ് കിട്ടാനുള്ള വകുപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ മാത്രമാണ് അയാൾക്ക് ബാധ്യത വരിക, അല്ലാതെ ഒരു ബാധ്യതയും അയാൾക്ക് ഉണ്ടാവില്ല. ഓക്കെ, ഇപ്പം അങ്ങനെ ബെനിഫിറ്റ്സ് നേടിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ നാളെ എന്തെങ്കിലും പാർട്ട്ണർഷിപ്പിൽ പ്രോബ്ലംസോ അല്ലെങ്കിൽ ആ ബിസിനസ് എന്തെങ്കിലും പ്രോബ്ലംസോ വന്നാലും ആ റിയൽ പാർട്ട്നേഴ്സിനെ അതിന് ബാധ്യത ഉണ്ടാവുള്ളൂ, അല്ലാതെ ഈ പറയുന്ന ബിനാമി ആയിട്ടുള്ള മൈനറിന് അതിനൊരു ബാധ്യത ഉണ്ടാവില്ല. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നോക്കൂ, നിയമം എങ്ങനെയൊക്കെയാണ് മൈനേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നതെന്നുള്ളത്. മൈനേഴ്സിന് നെസസിറ്റിക്ക് ബേസ് ആയിട്ടുള്ള കോൺട്രാക്റ്റ് വാലിഡായിട്ട് ഫോം ചെയ്യാം, പ്രോമിസി ആയിട്ട് നിൽക്കാം, ഏജൻ്റായിട്ട് ആക്ട് ചെയ്യാം, അതുപോലെ ബിനാമി ആയിട്ടുള്ള പാർട്ട്ണറായിട്ട് നിൽക്കാം.
ഓക്കെ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ നിയമങ്ങളൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ അത് കൂടുതൽ മനസ്സിലാക്കി ഇരിക്കേണ്ടത് മൈനറല്ല, മേജറാണ്. ഒരു ബിസിനസ് ഡീലിൽ ഒരു മേജർ ഒരു മൈനറിനെ ഇൻവോൾവ് ചെയ്യിക്കുമ്പോൾ ഈ വക എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് വേണം അയാൾ ഇൻവോൾവ് ചെയ്യിക്കാനായിട്ട്. അല്ലാതെ ഒരു മൈനറിനെ ഒരു ബിസിനസ് ഡീൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് പ്രശ്നങ്ങൾ വന്നു കഴിയുമ്പോൾ അയ്യോ ഞാനിതൊന്നും അറിഞ്ഞില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ കാര്യമില്ല. അത് നേരത്തെ നിയമം തന്നെ പറയുന്നുണ്ട്, ഇഗ്നോറൻസ് ഓഫ് ലോ ഈസ് ഓഫ് നോ യൂസ്. ഇഗ്നോറൻസ് ഓഫ് ലോ ഈസ് ഓഫ് നോ യൂസ്. അത് ഈ ബിസിനസ് നിയമങ്ങൾക്ക് മാത്രമല്ല, എല്ലാ നിയമങ്ങളും അതിൽ ബാധകമാണ്. ഇപ്പം നമ്മൾ വണ്ടി ഓടിച്ച് പോകുന്നുണ്ട് റോട്ടിൽ, എന്തെങ്കിലും നമ്മൾ ട്രാഫിക് റൂൾസ് വയലൻസ് നടത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആ ട്രാഫിക് റൂൾ അറിയില്ല എന്ന് പറയുന്നത് ഈസ് നോട്ട് എൻ എക്സ്ക്യൂസ്. അതാ പറയുന്നത് ഇഗ്നോറൻസ് ഓഫ് ലോ ഈസ് ഓഫ് നോ എക്സ്ക്യൂസ്. ഓക്കെ. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ ഒരു മൈനറെ നമ്മൾ ബിസിനസ് ഡീലിലേക്ക് ഏർപ്പെടുത്തുമ്പോൾ ആ മേജറായിട്ടുള്ള മറ്റേ പാർട്ടി ആ മൈനറോട് റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ നിയമങ്ങളാണെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിയിട്ട് വേണം ആ മൈനറെ ആ ബിസിനസ് ഡീലിൽ ഇൻവോൾവ് ചെയ്യിക്കാനായിട്ട്. അല്ലാതെ ആ മൈനറിനെ ബിസിനസ് ഡീലിൽ ഇൻവോൾവ് ആക്കി പിന്നീട് എന്തെങ്കിലും പ്രശ്നം വന്ന് നിയമ നടപടികൾ എടുക്കുന്ന സമയത്ത് ഇന്നതാണ് മൈനർ റിലേറ്റഡ് ആയിട്ടുള്ള നിയമം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അയാൾക്ക് അപ്പോൾ ഒരു നിലപാട് എടുക്കാൻ പറ്റില്ല. അയ്യോ ഞാനിതൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞുള്ള എക്സ്ക്യൂസിനും അവിടെ വലിയ പ്രാധാന്യം വരില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് എപ്പോഴും നമ്മൾ ബിസിനസ് കോൺട്രാക്റ്റിൽ പ്രത്യേകിച്ചും ഇതുപോലെയുള്ള മൈനേഴ്സിനെ ഏർപ്പെടുത്താതിരിക്കുന്നതാണ് ഭേദം. ഇനി അഥവാ നമുക്ക് നിർബന്ധമായിട്ട് ഏർപ്പെടുത്തേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ ഈ നിയമവശങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചുള്ള ഇൻവോൾവ്മെൻറ്റിന് മാത്രമേ ആ മൈനസിനെ നമ്മളുടെ ബിസിനസ്സിൽ ഏർപ്പെടുത്താവൂ. അല്ലാത്ത പക്ഷം നമുക്ക് അത് ഒരുപാട് ദോഷം ചെയ്യും. ഓക്കെ. ബിസിനസ് എൻ്റെ സ്വന്തം ബിസിനസ് ആയാലും പാർട്ട്ണർഷിപ്പ് ബിസിനസ് ആയാലും വോട്ടെവർ ഇറ്റ് മേ ബി, നമുക്ക് സുഗമമായിട്ട് റൺ ചെയ്ത് പോകണമെങ്കിൽ അതിൻ്റെ എല്ലാ നിയമവശങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ലാതെ വന്നാൽ നമുക്കത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അപ്പോൾ അത് ഈ മൈനർ ഇൻവോൾവ്മെൻറ്റ് മാത്രമല്ല കേട്ടോ, നമ്മളുടെ ബിസിനസ്സിലുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഇൻവോൾവ് ചെയ്യുമ്പോഴൊക്കെ അതിൻ്റെ ലീഗൽ വശങ്ങളും കൂടി നമ്മൾ മുൻകൂട്ടി അറിഞ്ഞു വയ്ക്കുന്നത് വളരെ നല്ലതാണ്. ഓക്കെ. സോ എന്നാൽ മാത്രമേ നമുക്ക് സുഗമമായിട്ട് മുന്നോട്ട് പോകാനും അതുപോലെ പല പ്രശ്നങ്ങളും നമ്മൾ മുൻകൂട്ടി മനസ്സിലാക്കാനും നമുക്ക് പറ്റും. ഓക്കെ. സോ അതാണ് ഈ നിയമത്തിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്. അത് നമ്മൾ മനസ്സിലാക്കാതെ ഒരിക്കലും പോകരുത്. ഓക്കെ. അപ്പോൾ അത് സൂചിപ്പിക്കുന്നതാണ് ഈ നിയമവശങ്ങളൊക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ഈ മൈനർ റിലേറ്റഡ് ആയിട്ടുള്ള 10 നിയമങ്ങൾ കണ്ടു. ഇനി ഒരു നിയമം കൂടി ഉണ്ട്. അതെന്താണെന്നുള്ളത് നമുക്ക് അടുത്ത സ്ലൈഡിൽ നോക്കാം. അപ്പോൾ ഇതൊക്കെ മനസ്സിലായല്ലോ അല്ലേ? ഓക്കെ. ഓക്കെ. നമ്മളുടെ മൈനർ റിലേറ്റഡ് ആയിട്ടുള്ള ലാസ്റ്റ് ലോയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. മൈനർ ആസ് എൻ ഇൻസോൾവെൻറ്റ്. ഇൻസോൾവെൻ്റ് എന്ന് വെച്ചാൽ എന്താണ്? പാപ്പരാവുക. അതായത് ഇപ്പം ഒരു ബിസിനസ് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു, പിന്നീട് ആ കോൺട്രാക്റ്റ് അനുസരിച്ചുള്ള ഡീൽ അയാൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം കേസ് വന്നു, അയാൾ കോർട്ടിന് മുമ്പാകെ വന്നു. അപ്പം അയാൾ പറയാണ് എനിക്ക് യാതൊരു മാർഗവും ഇല്ല, സമ്പത്തില്ല എൻ്റെ കയ്യിൽ, എൻ്റെ അക്കൗണ്ട് 0 ആണ്, എനിക്ക് യാതൊരു അസറ്റുമില്ല, എൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ല എന്നുള്ളത് ആൾ ബോധ്യപ്പെടുത്തുവാണെങ്കിൽ അയാളെ ബാങ്ക്രപ്റ്റായിട്ട് ഇൻസോൾവെൻ്റായിട്ട് ഡിക്ലെയർ ചെയ്യും. ഓക്കെ. അങ്ങനെ ഒരു ബാങ്ക്രപ്റ്റായി പാപ്പറായിട്ട് ഡിക്ലെയർ ചെയ്ത് കഴിയുന്ന ആൾ, പാപ്പറാസി എന്നൊക്കെ പറയുമല്ലോ, നിങ്ങൾ ബാങ്കിങ്ങിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും പാപ്പറാസി. അങ്ങനെ ഡിക്ലെയർ ചെയ്യപ്പെടുന്ന ഒരാൾ പിന്നീട് ഒരു ബിസിനസ് ട്രാൻസാക്ഷൻസിലും ഏർപ്പെടാനായിട്ട് പാടില്ല. അതുമാത്രമല്ല വേറെ ആരും തന്നെ അയാളെ ഒരു ബിസിനസ് ട്രാൻസാക്ഷനിലും ഏർപ്പെടുത്താനും പാടില്ല. അയാളായിട്ട് ഒരു ക്രയവിക്രയവും നടത്താൻ പാടില്ല എന്നാണ് നിയമം പറയുന്നത്. ഓക്കെ. സോ ആ രീതിയിൽ നമുക്ക് നമ്മുടെ മൈനറിനെ ഒരു മൈനറിനെ ഒരു ഇൻസോൾവെൻ്റ് ആക്കി മാറ്റേണ്ട ആവശ്യമില്ലെന്നാണ് പറയുന്നത്. അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ.
നമ്മൾ മൈനർക്ക് വാലിഡ് കോൺട്രാക്റ്റ് അയാളുടെ നെസസിറ്റി ബേസ് ചെയ്ത് ഫോം ചെയ്യാമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അവിടെയൊക്കെയും അയാൾക്ക് വ്യക്തിപരമായിട്ടുള്ള ലയബിലിറ്റി ഫോം ചെയ്യുന്നില്ല, അയാളുടെ പ്രോപ്പർട്ടിക്കാണ് ബാധ്യത വരുന്നത്. അപ്പോൾ ആ ഒരു നിലയിൽ നമുക്കൊരിക്കലും ഒരു മൈനറിനെ ബാങ്ക്രപ്റ്റായിട്ട് ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതാണ് നിയമം ഇവിടെ പറയുന്ന വേറൊരു ലോ. ഓക്കെ, സോ ദർ ഈസ് നോ നീഡ് ഓഫ് മേക്കിംഗ് എ മൈനർ ആസ് എ ഇൻസോൾവെൻറ്റ് അല്ലെങ്കിൽ ബാങ്ക്രപ്റ്റി. ഒരു ബാങ്ക്രപ്റ്റി ആയിട്ടോ ഇൻസോൾവെൻ്റ് ആയിട്ടോ ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യം ഇല്ല. ബിക്കോസ് മൈനർ ഡസ് നോട്ട് ഹാവ് എ പേഴ്സണൽ ലയബിലിറ്റി. ഒരു വ്യക്തിപരമായിട്ടുള്ള ലയബിലിറ്റിയും ആർക്കില്ല, നമ്മുടെ മൈനർക്ക് ഇല്ല. ഓക്കെ, സോ അതോടെ നമ്മളുടെ ഈ പറയുന്ന മൈനർ റിലേറ്റഡ് ആയിട്ടുള്ള 11 നിയമവശങ്ങൾ കണ്ടു. എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇനി നമുക്ക് നമ്മളുടെ കപ്പാസിറ്റി ഓഫ് കോൺട്രാക്റ്റിൽ മൈനർ എന്താണെന്ന് കണ്ടു, മേജർക്ക് മാത്രമേ എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ കോൺട്രാക്റ്റിൽ എന്ന് പറഞ്ഞു. അതുപോലെ നെക്സ്റ്റ് വരുന്നൊരു കാറ്റഗറിയാണ് പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ്. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണ്? ഓൺലി സൗണ്ട് മൈൻഡ് പേഴ്സൺ ക്യാൻ എൻറ്റർ ഇൻ ടു എ വാലിഡ് കോൺട്രാക്ട്. നേരത്തെ മൈനറുടെ കേസിൽ പറഞ്ഞെന്താണ്? ഓൺലി മേജർ ക്യാൻ എൻറ്റർ ഇൻ ടു എ വാലിഡ് കോൺട്രാക്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് സൗണ്ട് മൈൻഡ്, എന്താണ് അൺസൗണ്ട് മൈൻഡ്, അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. ഇൻ ഓർഡർ ടു ബി കമ്പീറ്റൻറ്റ് ടു കോൺട്രാക്ട്, ഒരു കോൺട്രാക്റ്റിൽ നമ്മൾ കമ്പീറ്റൻ്റ് ആവണമെങ്കിൽ എ പേഴ്സൺ മസ്റ്റ് ബി ഓഫ് സൗണ്ട് മൈൻഡ്. അയാൾക്ക് സൗണ്ട് മൈൻഡ്, സാധാരണ രീതിയിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയാൻ പറ്റുന്ന മനസ്ഥിതിയുള്ള വ്യക്തിയായിരിക്കണം. എ പേഴ്സൺ ഇസ് സെഡ് ടു ബി ഓഫ് സൗണ്ട് മൈൻഡ് ഫോർ ദ പർപ്പസ് ഓഫ് മേക്കിംഗ് എ കോൺട്രാക്റ്റ്. ഒരു വ്യക്തി കോൺട്രാക്റ്റ് ഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സൗണ്ട് മൈൻഡ് ആയിരിക്കണം. എങ്ങനെയാണ്? ഇഫ് അറ്റ് ദ ടൈം വെൻ ഹി ഈസ് കേപ്പബിൾ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഇറ്റ്. ആ കോൺട്രാക്റ്റ് ഫോം ചെയ്യുന്ന സമയത്ത് ആ കോൺട്രാക്റ്റ് എന്താണെന്നുള്ളത് അയാൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റണം. അത് മാത്രമല്ല, ആൻഡ് ഓഫ് ഫോമിങ് എ റാഷണൽ ജഡ്ജ്മെൻറ്റ് ആസ് ടു ഇറ്റ്സ് ഇഫക്റ്റ് അപ്പോൺ ഹിസ് ഇൻട്രസ്റ്റ്. അയാളുടെ സ്വയമേ ഉള്ള താല്പര്യത്തിൽ ഈ കോൺട്രാക്റ്റിൽ അയാൾ എൻ്റർ ചെയ്തുകൊണ്ട് എന്താണ് ഗുണം, എന്തിനാണ് ഈ കോൺട്രാക്റ്റ് ഫോം ചെയ്യുന്നത്, ഈ കോൺട്രാക്റ്റിൽ വേറെ ആരൊക്കെ ഉണ്ടെന്നുള്ള രീതിയിലുള്ള വിശകലനം നടത്താനുള്ള കഴിവും ആ കോൺട്രാക്റ്റ് ഫോം ചെയ്യുന്ന സമയത്ത് അയാൾക്ക് ഉണ്ടാവണം. അങ്ങനെയുള്ള വ്യക്തികളാണ് സൗണ്ട് മൈൻഡ് പേഴ്സൺസ്. അവർക്ക് മാത്രമേ ഒരു വാലിഡ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. അപ്പം സൗണ്ട് മൈൻഡ് പേഴ്സൺ എന്താണെന്ന് കണ്ടല്ലോ. ഇനി അൺസൗണ്ട് മൈൻഡ് പേഴ്സൺ എന്ന് പറയുന്നത് എന്താണ്? എ പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ് ഈസ് വൺ ഹു ഈസ് സഫറിങ് ഫ്രം പെർമനൻറ്റ് ഓർ ടെമ്പററി മെൻ്റൽ ഡ്രെഞ്ച്മെൻറ്റ്. അതായത് മാനസിക നില തെറ്റിയിട്ടുള്ളത്, അത് താൽക്കാലികമായിട്ടോ സ്ഥിരമായിട്ടോ മാനസിക നില തെറ്റിയിട്ടുള്ളവരെയാണ് നമ്മൾ അൺസൗണ്ട് മൈൻഡ് പേഴ്സൺ എന്ന് പറയുന്നത്. ഹെൻസ് ആ രീതിയിൽ വരുന്ന 3 കൂട്ടരുണ്ട്: ഇഡിയറ്റ്സ്, ലുനറ്റിക്സ് ആൻഡ് ഡ്രങ്കൺ പേഴ്സൺസ്. ഇവരെ 3 പേരെ നമ്മൾ വിശദമായിട്ട് തന്നെ പഠിക്കുന്നുണ്ട് പിന്നീട്. ആർ കൺസിഡർഡ് ടു ബി പേഴ്സൺസ് ഓഫ് അൺസൗണ്ട് മൈൻഡ്. ഇവരെല്ലാം നമ്മൾ അൺസൗണ്ട് മൈൻഡ് പേഴ്സൺസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഹെൻസ് ദേ ആർ നോട്ട് കേപ്പബിൾ ഓഫ് എൻറ്ററിങ് ഇൻ ടു എ വാലിഡ് കോൺട്രാക്ട്. ഒരു വാലിഡ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാനുള്ള യാതൊരു അവകാശം അവർക്കില്ല. അഥവാ അബദ്ധത്താൽ അവർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കോൺട്രാക്റ്റ് വോയിഡായിട്ട് മാറും. ഓക്കെ, അപ്പം ആ സൗണ്ട് മൈൻഡ് പേഴ്സൻ്റെ പ്രത്യേകത പറഞ്ഞിരുന്നു നേരത്തെ. എന്താണ്? അതായത് അവർ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് അവർക്ക് ആ കോൺട്രാക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കാനും ആ കോൺട്രാക്റ്റിനെ കുറിച്ച് ശരിയായിട്ടുള്ള രീതിയിൽ വിശകലനം ചെയ്യാനുമുള്ള മാനസികാവസ്ഥ ഉണ്ടാവണം. അങ്ങനെയുള്ള വ്യക്തിനെയാണ് നമ്മൾ സൗണ്ട് മൈൻഡ് പേഴ്സൺ എന്ന് അറിയുന്നത്. അപ്പോൾ ഇവിടെ അതിനുള്ള വിശദീകരണം ഒന്നുകൂടി പറയുന്നുണ്ട്. എ പേഴ്സൺ ഹു ഈസ് യൂഷ്വലി ഓഫ് അൺസൗണ്ട് മൈൻഡ്. അതായത് നമ്മൾ അൺസൗണ്ട് മൈൻഡ് 2 രീതിയിലാണെന്ന് പറഞ്ഞു അല്ലേ. മെൻ്റൽ ഡ്രെഞ്ച്മെൻറ്റ്, പെർമനൻറ്റ് ഓർ ടെമ്പററി പറഞ്ഞു. അപ്പോൾ പെർമനൻ്റ് ആയിട്ടുള്ള മെൻ്റൽ ഡ്രെഞ്ച്മെൻറ്റ്, ദാറ്റ് മീൻസ് മാനസിക നില പെർമനൻ്റ് ആയിട്ടുള്ള തെറ്റിയിട്ടുള്ള ആൾക്കാർക്ക് ഒരിക്കലും ഈ പറയുന്ന കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റില്ല. പക്ഷേ നമ്മളുടെ ടെമ്പററി ആയിട്ട് മാനസിക നില തെറ്റിയവർക്ക് ഏർപ്പെടാമെന്ന് പറയണം. എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ അൺസൗണ്ട് മൈൻഡ് വേവറിങ് ആണ്,
കുറച്ച് സമയം സൗണ്ട് മൈൻഡും കുറച്ച് സമയം അൺസൗണ്ട് മൈൻഡായിരിക്കും. അതുകൊണ്ടാണല്ലോ അത് ടെമ്പററി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. എ പേഴ്സൺ ഹു ഈസ് യൂഷ്വലി ഓഫ് അൺസൗണ്ട് മൈൻഡ് ആൻഡ് ഒക്കേഷണലി ഓഫ് സൗണ്ട് മൈൻഡ്. അതായത് കുറേ സമയം അയാൾ എന്താണ് അൺസൗണ്ട് മൈൻഡ്, പക്ഷെ ചില സമയം അയാൾ സൗണ്ട് മൈൻഡ് ആകുമ്പോൾ ക്യാൻ മേക്ക് എ കോൺട്രാക്ട് വെൻ ഹീ ഈസ് സൗണ്ട് മൈൻഡ്. അയാൾക്ക് സൗണ്ട് മൈൻഡ് ആയിരിക്കുന്ന സമയത്ത് കോൺട്രാക്റ്റിൽ ഏർപ്പെടാം എന്നാണ് പറയുന്നത്. എ പേഴ്സൺ ഹു ഈസ് യൂഷ്വലി ഓഫ് സൗണ്ട് മൈൻഡ് ബട്ട് ഒക്കേഷണലി ഓഫ് അൺസൗണ്ട് മൈൻഡ്. അപ്പോൾ രണ്ട് രീതിയിലാണ് ഈ ടെമ്പററി മെൻ്റൽ ഡ്രെഞ്ച്മെൻറ്റ് വരുന്നത്. അതായത് കൂടുതൽ സമയം അൺസൗണ്ട് മൈൻഡ്, കുറച്ച് സമയം സൗണ്ട് മൈൻഡ്. അതൊരു ഇൻസ്റ്റൻസ്. പിന്നെയോ കൂടുതൽ സമയം സൗണ്ട് മൈൻഡും കുറച്ച് സമയം അൺസൗണ്ട് മൈൻഡ്. അപ്പോൾ അങ്ങനെ രണ്ട് രീതിയിലാണ് നമ്മളുടെ ടെമ്പററി മെൻ്റൽ ഡ്രെഞ്ച്മെൻറ്റ് വരുന്നത്. അപ്പോൾ ഇതിൽ ആദ്യത്തെ കേസ് കൂടുതൽ സമയം അൺസൗണ്ട് മൈൻഡും കുറച്ച് സമയം സൗണ്ട് മൈൻഡായിട്ടുള്ള വ്യക്തി അയാളുടെ സൗണ്ട് മൈൻഡ് സമയത്ത് കോൺട്രാക്റ്റിൽ ഏർപ്പെടാം. മനസ്സിലായല്ലോ? ഇനി രണ്ടാമത്തെ വ്യക്തി നോക്കൂ, കൂടുതൽ സമയം സൗണ്ട് മൈൻഡും കുറച്ച് സമയം അൺസൗണ്ട് മൈൻഡ്. ചില സമയത്ത് അയാൾക്ക് പിരിയിളക്കം ഉണ്ടാവും. നമ്മൾ ചില ആൾക്കാർ അങ്ങനെ പറയാറില്ലേ? അപ്പോൾ അങ്ങനെ പിരിയിളക്കുന്ന സമയത്ത്, അയാളുടെ അൺസൗണ്ട് മൈൻഡുള്ള സമയത്ത് അയാൾക്ക് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റില്ല. അതാണ് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണ്. ഒരു ഡ്രങ്കൺ, ഒരു കുടിയൻ, അയാൾ ഫുൾ ടൈം കുടിയാണ്. അപ്പം ഭൂരിഭാഗം സമയത്തും അയാൾ ബോധമില്ലാതെ കഴിയുന്നത്. അപ്പോൾ അയാളുടെ ഭൂരിഭാഗം സമയം എന്താണ്? അൺസൗണ്ട് മൈൻഡാണ്. ചില സമയത്ത് കുറച്ച് സമയം അയാൾ കുടിക്കാതിരിക്കും. അപ്പോൾ ആ സമയത്ത് എല്ലാ ബോധവും ഉണ്ട് അയാൾക്ക്. അപ്പോൾ ആ സമയത്ത് അയാൾക്ക് എന്ത് ചെയ്യാം? കോൺട്രാക്റ്റിൽ ഏർപ്പെടാം. ഓക്കെ. ഇനി വേറൊരു കുടിയൻ, അയാൾ നല്ല അധ്വാനിയാണ്, നല്ല ബോധമുണ്ട്. അപ്പം അയാൾ അധികം നേരമൊന്നും കുടിക്കില്ല. പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ കുടിച്ച് കുറച്ച് നേരം ബോധമില്ലാതിരിക്കും. ബാക്കി ഭൂരിഭാഗം സമയം അയാൾക്ക് ബോധമുണ്ട്. അപ്പോൾ ആ കുടിച്ച് കുറച്ച് സമയം ബോധമില്ലാത്ത അവസ്ഥയിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റില്ല. പക്ഷേ ആ ബോധമുള്ള അധിക സമയം ഉണ്ടല്ലോ, ആ സമയത്ത് അയാൾക്ക് കോൺട്രാക്റ്റിൽ ഏർപ്പെടാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ ടെമ്പററി മെൻ്റൽ ഡ്രെഞ്ച്മെൻറ്റിൻ്റെ കേസ് വരുന്നത്. അപ്പം ടെമ്പററി മെൻ്റൽ ഡ്രെഞ്ച്മെൻറ്റിൽ രണ്ട് അവസ്ഥയും വരുന്നുണ്ട്. സൗണ്ട് മൈൻഡും അതുപോലെ അൺസൗണ്ട് മൈൻഡും വരുന്നുണ്ട്. അതിൽ ശ്രദ്ധിക്കാനുള്ളത് ഇതാണ്, ഈ ടെമ്പററി മെൻ്റൽ ഡ്രെഞ്ച്മെൻറ്റിലുള്ള വ്യക്തികൾ എപ്പോഴാണോ സൗണ്ട് മൈൻഡായിട്ടിരിക്കുന്നത് ആ സമയത്ത് അവർക്ക് കോൺട്രാക്റ്റിൽ ഏർപ്പെടാം. അതാണ് നിയമം പറയുന്നത്. ഓക്കെ. ഇപ്പം നോക്കൂ, മൈനസ് ആയാലും അവർക്കും എൻട്രി ചെയ്യാനുള്ള ചില അവകാശങ്ങൾ കൊടുക്കുന്നുണ്ട്. അൺസൗണ്ട് മൈൻഡ് പേഴ്സൺസ് ആയാലും അവർക്കും വാലിഡ് കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യാനുള്ള അവകാശങ്ങൾ നിയമം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ അത് നിയമം മെൻഷൻ ചെയ്തേക്കാണ്. അപ്പോൾ അത് നമ്മളും കൃത്യമായി തന്നെ മനസ്സിലാക്കിയെടുക്കണം. ഇപ്പം നമ്മൾ ചില സിനിമകളിലും ചില ഫാമിലികളിലൊക്കെ നമ്മൾ കാണാറുണ്ട് അല്ലേ? അതായത് അബോധാവസ്ഥയിലുള്ള സമയത്ത് ഈ പറയുന്ന കോൺട്രാക്റ്റിൽ ഏർപ്പെടുത്തുന്ന അവസ്ഥകളൊക്കെ നമ്മളൊക്കെ പലതും കാണാറുണ്ട്. പക്ഷെ ഒരിക്കലും അതൊന്നും വാലിഡ് അല്ല, അത് വോയിഡായിട്ടാണ് പറയുന്നത്. ഓക്കെ. നിയമത്തിൻ്റെ മുമ്പിൽ അത് തെറ്റായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഓക്കെ. ഇതിൽ നമ്മളുടെ ആ ഒരു ഇഡിയറ്റ്സ്, ലുനറ്റിക്സ്, ഡ്രങ്കൺ പേഴ്സൺസിനെ കുറിച്ചൊക്കെ നമ്മളിനി വിശദമായിട്ട് തന്നെ പഠിക്കുന്നുണ്ട്. അത് അടുത്ത ക്ലാസ്സിലാണ് വരുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മൾ ആ മൈനേഴ്സിനെ കുറിച്ചുള്ള 14 നിയമങ്ങൾ എഗ്രിമെൻറ്റിൽ അവർ വന്നു കഴിഞ്ഞാൽ 11 നിയമങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പറയുന്ന അൺസൗണ്ട് മൈൻഡ് പേഴ്സൻ്റെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കഷൻ തുടങ്ങി. അതിലിനിയിപ്പോൾ വിശദമായിട്ട് ഇഡിയറ്റ്സ് ആരൊക്കെയാണ്, എങ്ങനെയുള്ള വ്യക്തിനെയാണ് നമ്മൾ ഇഡിയറ്റ്സ് എന്ന് പറയുന്നത്, ലുനറ്റിക്സ് ആരാണ്, ഓക്കെ, പിന്നെ ഡ്രങ്കൺ പേഴ്സൺസ് എങ്ങനെയുള്ളവരെയാണ് എന്നുള്ളത് നമ്മൾ കാണാം. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞാൽ ഈ കപ്പാസിറ്റി ടു കോൺട്രാക്റ്റിൽ ഒരു കാര്യം കൂടി ഉണ്ടാവും. അതല്ല, നമ്മൾ നിയമപരമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പാടില്ല എന്ന് വിലക്ക് കൽപ്പിച്ച വ്യക്തികൾ ആരൊക്കെയാണ്, അവരെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളതുണ്ട്. അപ്പോൾ അതോടെ കപ്പാസിറ്റി ഓഫ് കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ആവും. ഓക്കെ. ഇതുവരെ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങളും മനസ്സിലാക്കാൻ നിങ്ങളും ശ്രമിച്ചിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. നമ്മളുടെ ഈ ഒരു ക്ലാസ് ഫുള്ളായിട്ട് തന്നെ നിങ്ങൾ
ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് സമ്മറി അയക്കുന്നു എന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അല്ലാതെ ചുമ്മാ ഓടിച്ച് നോക്കിയിട്ട് ആരെങ്കിലുമൊക്കെ അയക്കുന്ന സമ്മറി അല്ല നിങ്ങൾ അയക്കണേ എന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഒരിക്കലും അങ്ങനത്തെ വിശ്വാസം നിങ്ങൾ തകർക്കരുത്. കാരണം നിങ്ങൾ അങ്ങനെ ലൂപ്പ് ഹോൾസ് കണ്ടെത്തി എന്തെങ്കിലുമൊക്കെ ആക്കിയെടുക്കാൻ നിങ്ങൾക്ക് എളുപ്പമാണ്. അതുകൊണ്ട് ഞങ്ങളല്ല പറ്റിക്കപ്പെടുന്നത് നിങ്ങൾ തന്നെയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. ഞങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല. നഷ്ടപ്പെടുന്നത് നിങ്ങൾക്കായിരിക്കും. ആ നഷ്ടം നിങ്ങൾക്ക് പിന്നീട് നികത്താനേ പറ്റാത്തൊരു നഷ്ടമാവും. നിങ്ങൾ സ്വയം പറ്റിച്ചു കഴിഞ്ഞാൽ നിങ്ങളിലുള്ള നിങ്ങളുടെ വിശ്വാസം പോകും. പിന്നെ നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളുടേതാണ് കാര്യം എന്നുള്ളത് മനസ്സിലാക്കി ആത്മാർത്ഥമായിട്ട് ചെയ്യുക. മറ്റുള്ള ആർക്കും നമ്മൾ ഒരു ഉപകാരം ചെയ്തില്ലെങ്കിലും സ്വയം നമുക്ക് വേണ്ടി ഒരിക്കലും നമ്മൾ ദ്രോഹം ചെയ്യാതിരിക്കുക. ഇതൊക്കെ പ്രകൃതിദത്തമായിട്ടുള്ള സത്യങ്ങളാണ്, മനസ്സിലാക്കുക കേട്ടോ. ഇതൊക്കെ എക്കാലത്തുമുള്ള സത്യങ്ങളാണ്. ഇതിനെല്ലാം എപ്പോഴും വാല്യൂ ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോവുക കേട്ടോ. നിങ്ങളുടെ നന്മ ഉദ്ദേശിച്ച് മാത്രമാണ് ഇത് പറയുന്നത്. ഒരാളെയും ഞാൻ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തെങ്കിലും ഒരു ചീത്ത ചിന്ത നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഒരു പെട്ടെന്ന് വന്ന് ഒരു മറ പോലെ പെട്ടെന്ന് തന്നെ അത് പോയിട്ട് നിങ്ങളുടെ മനസ്സെപ്പോഴും തെളിഞ്ഞിരിക്കണം നല്ല ചിന്തകളോടെ ഇതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിത് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഉൾക്കൊള്ളുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്തായാലും മീറ്റ് ചെയ്യാം. So till then it's bye, and all of you please take care. Okay, bye.